ഹലോ മക്കൾസ്, വെൽക്കം ടു എജുപോർട്ട്. എജുപോർട്ടിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അതെന്താണ് അങ്ങനെ സാറേ? അതെ, 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുകളല്ല നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ. മക്കളെ വിചാരിക്കും നിങ്ങൾ ഇത് ഈസി ചാപ്റ്റർ ആണല്ലോ, ഈസി ചാപ്റ്ററാണ്, അതുകൊണ്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്തെടുക്കാനും വളരെ ഈസി തന്നെയാണ്. ഹാപ്പി അല്ലേ? ഹാപ്പി ആയില്ലേ? അതായത് 2018 വെള്ളപ്പൊക്കം വന്നില്ലേ, ഫ്ലഡ് നമ്മളെ വീടൊക്കെ മുങ്ങിപ്പോയില്ലേ, ആ ഒരു കാലഘട്ടത്തിലെ ഒരു ചാപ്റ്ററാണിത്. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അതായത് എന്തൊക്കെയാണ് പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈൻഡ് ഔട്ട് ദി ഡിഫറെൻറ്റ് റീസൺ ഫോർ ഒക്കറൻസ് ഫ്ലഡ് ഇൻ കേരള. കേരളത്തിൽ ഫ്ലഡ് വരാനുള്ള റീസൺസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. പഠിക്കാം നമുക്ക് ഈസി ആയിട്ട്. പഠിക്കുന്നതിന് മുമ്പ് തന്നെ മക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മെസ്സേജ് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ഒരു അടിയിൽ ഒരു വര സഹദ് _ ആണ് അത് സഹദ് എന്നുള്ളതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് അയച്ചാൽ മതി. ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ അക്കൗണ്ട്. ഓക്കെ, എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ പാഡി ഫീൽഡ്, അതായത് നമ്മുടെ വയലുകളൊക്കെ നികത്തി പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ അൺസയൻറ്റിഫിക് ലാൻഡ് യൂസ്, അതായത് അശാസ്ത്രീയപരമായിട്ടുള്ള എന്താ പറയുക, നമ്മുടെ കൾട്ടിവേഷനൊക്കെ നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന മറ്റേ പാറ പൊട്ടിക്കൽ, അതാണ് പറയുന്നത് ഹില്ലുകൾ, റോക്ക് ക്വയറി, പാറ പൊട്ടിക്കൽ, കുന്നു നികത്തിൽ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളവിടെ എന്തായിരിക്കും, നല്ല രീതിയിലുള്ള ഫ്ലഡൊക്കെ വരാനുള്ള കാരണം കൂടുതലാണ്. ഇനി ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കം തടയാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ നമുക്ക് തടയാൻ പറ്റും, തടയാനുള്ള മാർഗ്ഗങ്ങളാണ് നോക്കുന്നത്. ഇറ്റ് ഈസ് ദ എസെൻഷ്യൽ ക്രിയേറ്റ് എൻവിയോൺമെൻറ്റൽ അവയർനെസ്, അതായത് എല്ലാ ആളുകൾക്കും കൃത്യമായ പാരിസ്ഥിതിക അവബോധം ഉണ്ടാക്കി കൊടുക്കുക. മസ്റ്റ് ഗിവ് സയൻറ്റിഫിക് എൻവിയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ, ശാസ്ത്രീയപരമായ ഒരു പാരിസ്ഥിതിക എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം തന്നെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ, ചൈൽഡ്ഹുഡിൽ തന്നെ കൊടുക്കുക. ഈച്ച് വൺ ഓഫ് us are bound to obey to existing rules. നിയമങ്ങൾ പലതുണ്ടാവും, അത് അംഗീകരിക്കുക എന്നുള്ളത്, അത് അനുസരിച്ച് ജീവിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താ, കുറ്റിച്ചെടികളൊക്കെ അത് കണ്ടോ, സിമൻറ്റ് കട്ടകൾ, ഇഷ്ടിക ഉപയോഗിച്ചുള്ള മതിലുകൾക്ക് പകരം കുറ്റിച്ചെടികൾ ഉപയോഗിച്ചിട്ടുള്ള ജൈവ വേലികൾ ഉണ്ടാക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ ലാൻഡ് സ്ലൈഡുകളും ഉരുൾപൊട്ടലുകളും അതുപോലെ തന്നെ ഇപ്പോൾ വയനാടൊക്കെ ഉണ്ടായതില്ലേ, അതൊക്കെ എന്തായിരിക്കും, വളരെ കുറഞ്ഞു കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഇത്ര ടോപ്പിക്കുകൾ ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് 2018 ഒരു ഹ്യൂമാനിറ്റി, അതായത് ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ ഒരു ഹ്യൂമാനിറ്റി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിൻ്റെ മീനിങ് മലയാളത്തിൽ പറയാം, എന്നുവെച്ചാൽ ഒരു മനുഷ്യത്വം എന്നുള്ളത് കാണുന്നുണ്ട്. കാരണം അവിടെ ജാതി നോക്കിയിട്ടില്ല, മതം നോക്കിയിട്ടില്ല, എല്ലാവരും തുല്യരാണ്, അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ആരൊക്കെയാണ് ഹെൽപ്പിനുണ്ടായത്? ആർമി ഉണ്ടായിരുന്നു, രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു, നാട്ടുകാരുണ്ടായിരുന്നു, വിദ്യാർത്ഥികളുണ്ടായിരുന്നു, സ്കൂളുകാരുണ്ടായിരുന്നു, ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി നടത്തിയ ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ഏതെന്ന് പറയുന്നത്, ഈ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ ഓക്കെ അല്ലേ മക്കളെ? ഈ 2 ടോപ്പിക്കുകൾ ഓക്കെ അല്ല? അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇങ്ങനെയൊക്കെയാണ് നോക്കുന്നത്. പിന്നെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെക്കട്ടെ. വെള്ളപ്പൊക്കത്തിനാണ് എപ്പോഴും എക്സാമിന് ചോദിക്കുക, വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യങ്ങൾ. കാരണം ഈ ചാപ്റ്ററിൻ്റെ പേര് എന്താണ്, പേമാരി പെയ്തിറങ്ങിയപ്പോൾ, ടൊറൻഷ്യൽ റെയിൻസ് എന്നാണ് അല്ലേ. അപ്പം പേമാരി, മഴയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്, അതായത് വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യങ്ങളാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ കണ്ടോളണമെന്നില്ല. കാരണം ഇത് പിന്നെ അഡീഷണലായിട്ട് ആഡ് ചെയ്തതാണ്. ഓക്കെ ആണോ മക്കളെ? സെറ്റാണോ? സെറ്റല്ലേ? അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെങ്കിൽ സെറ്റാണെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക, ഹാപ്പിയാവുക. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.